ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന താല്പര്യത്തെ ഓർത്ത്, ഉത്സാഹത്തെ ഓർത്ത്, തീഷ്ണതയെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ഈ വചനക്കേൾവി മൂലം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അനേകം ആത്മീയമായതും ഭൗതികമായതുമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതേ, ദൈവവചനത്തിന് മനുഷ്യജീവിതത്തെ മാറ്റാൻ കഴിയും. നാം കേട്ടിട്ടുണ്ട് ദ ഡാർക്ക് കോണ്ടിനെൻറ്റ്, ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്ക. ഇന്നും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ കിരാതമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നാം ഇപ്പോൾ കാണുന്നു, സുഡാനിൽ വലിയ മനുഷ്യക്കുരുതികൾ നടക്കുന്നു. മനുഷ്യനെ കൊല്ലുന്നു. തന്നെപ്പോലെയുള്ളവനാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ, അതിനുള്ള സുബോധമില്ലാതെ അത്രമാത്രം അന്ധകാരം വ്യാപരിച്ച് മനുഷ്യനെ കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു ചില സ്ഥലങ്ങളിൽ. എന്നാൽ ആസേഹോൾ ആഫ്രിക്കയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. എന്നാൽ ആഫ്രിക്ക അങ്ങനെയായിരുന്നില്ല. ആഫ്രിക്ക കിരാതമായ കാട്ടാള പ്രകൃതമുള്ള മനുഷ്യരാൽ തിങ്ങി നിറഞ്ഞ ഒരു നാടായിരുന്നു. പച്ചമാംസം തിന്നുകയും മനുഷ്യനെ കൊല്ലുകയും മൃഗങ്ങളെ കൊന്ന് പച്ചയ്ക്ക് തിന്നുകയും ചെയ്ത, അങ്ങനെ സംസ്കാരശൂന്യമായ, പരിഷ്കാരം തൊട്ടു തീണ്ടാത്ത നാടായിരുന്നു ആഫ്രിക്ക. അതുകൊണ്ട് തന്നെ ദ ഡാർക്ക് കോണ്ടിനെൻറ്റ്, ഇരുണ്ട ഭൂഖണ്ഡമെന്ന ആ പേര് ആഫ്രിക്കയ്ക്ക് നന്നായി ചേരുമായിരുന്നു. എന്നാൽ ആഫ്രിക്കയുടെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്ഥിതി മാറി. എങ്ങനെ മാറി? അവിടെ വെളിച്ചം ചെന്നു. വെളിച്ചം ചെല്ലാതെ ഇരുൾ പോവുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഏതാണ് ഈ വെളിച്ചം? സുവിശേഷത്തിൻ്റെ വെളിച്ചം, ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചം. അനേക സുവിശേഷകന്മാർ, വിദേശ മിഷണറിമാർ, അവർ ത്യാഗം സഹിച്ച്, കഷ്ടത സഹിച്ച്, പണം ചെലവഴിച്ച്, ആരോഗ്യം ചെലവഴിച്ച്, സമയം ചെലവഴിച്ച്, സ്വന്തം സുഖങ്ങളെല്ലാം വെടിഞ്ഞ് അവർ ആഫ്രിക്കയുടെ മണ്ണിൽ ചെന്ന് അവർ മനുഷ്യരെ സ്നേഹിച്ചു. അവർ യേശുവിനെ സ്നേഹിക്കുന്നവരായതുകൊണ്ട് അവർ മനുഷ്യരെ സ്നേഹിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിനെ സ്നേഹിക്കുന്നവർ എല്ലാവരെയും സ്നേഹിക്കും. വാസ്തവമായി നാം യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ നമുക്ക് എല്ലാവരോടും സ്നേഹമുണ്ടാകും. സ്തോത്രം. അങ്ങനെ ഈ സുവിശേഷമാകുന്ന വെളിച്ചം ആഫ്രിക്കയുടെ അനേകം ദേശങ്ങളിൽ നെടുകയും കുറുകയും നടന്ന് മിഷണറിമാരായ, സുവിശേഷകരായ അനേകം ദൈവദാസന്മാർ അവർ വിതച്ചതിൻ്റെ ഫലമാണ് ഇന്ന് അവിടെ പല സ്ഥലങ്ങളിലും വെളിച്ചമുണ്ട്, സുവിശേഷത്തിൻ്റെ വെളിച്ചം. അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ വചനം എവിടെയെല്ലാം വന്നുവോ അവിടെ വെളിച്ചം വരും. അതൊരു വ്യക്തി ജീവിതത്തിൽ വന്നാൽ, ഒരു ഹൃദയത്തിൽ വന്നാൽ, ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടാകും. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ വന്നാലോ അവിടെ വെളിച്ചമുണ്ടാകും. ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും, ഐക്യമുണ്ടാകും. ഒരു സ്ഥാപനത്തിലാണെങ്കിലോ ആ സ്ഥാപനം ഐശ്വര്യമുള്ളതായിത്തീരും. ഒരു ദേശത്ത് വന്നാൽ, ഒരു രാജ്യത്ത് വന്നാൽ, അല്ല ലോകമെമ്പാടും വന്നാൽ, എൻ്റെ പ്രിയരെ, ഇന്നത്തെ യുദ്ധങ്ങളൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത്തെ ഭീഷണികളും വെല്ലുവിളികളും ഒന്നും വരികയില്ല. ഇതിൻ്റെ എല്ലാം ഇന്ന് ഈ നടക്കുന്ന യുദ്ധങ്ങളും യുദ്ധക്കെടുതികളും യുദ്ധശ്രുതികളുടെയും കാരണം എന്താണെന്നറിയാമോ? വേറൊന്നുമല്ല, 100 കാര്യങ്ങൾ രാജ്യത്തിൻ്റെ നേതാക്കന്മാർക്ക്, ഭരണാധികാരികൾക്ക് നിരത്തി വയ്ക്കാനുണ്ടെങ്കിലും കാരണം ഒന്നേ ഉള്ളൂ: യേശുവിൻ്റെ വചനമില്ല, യേശുവില്ല, സുവിശേഷമില്ല. സുവിശേഷത്തിൻ്റെ വെളിച്ചം മനുഷ്യരുടെ ഹൃദയത്തിൽ വന്നാൽ, ഈ നേതാക്കന്മാരെയൊക്കെ ഹൃദയത്തിൽ വന്നാൽ, അവർ പരസ്പരം സ്നേഹിക്കും, പരസ്പരം എളിമപ്പെടും, പരസ്പരം സഹായിക്കും. പിന്നെ എന്തിനു യുദ്ധം? കർത്താവിന് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പ്രിയരെ, അങ്ങനെ ഒരു നല്ല കാലം നമുക്ക് ലഭിക്കും. ഒരുപക്ഷെ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ അങ്ങനെ ലഭിക്കണമെന്നില്ല. പക്ഷേ രാജാതിരാജനായ യേശുക്രിസ്തു വരും. എവിടെ? മധ്യാകാശത്തിൽ വരും. മധ്യാകാശത്തിൽ തൻ്റെ മണവാട്ടിയെ ചേർക്കാൻ വരും. അവിടെ അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം കർത്താവിൻ്റെ ഗംഭീരനാദവും പ്രധാന ദൂതൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കാഹളവും കേൾക്കുമ്പോൾ മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ആ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരെ രൂപാന്തരപ്പെടും. കർത്താവിന് സ്തോത്രം. എന്തൊരു ഭാഗ്യകരമായ പ്രത്യാശയാണത്. എന്നാൽ കർത്താവ് തൻ്റെ മണവാട്ടിയെ മധ്യാകാശത്തിൽ ചേർക്കും.
മരിച്ച് മറഞ്ഞു പോയവരും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുമായ വിശുദ്ധരെ ചേർക്കാൻ യേശു വരും. അതാണ് യേശുവിൻ്റെ ഒന്നാം വരവ്. എന്നാൽ വീണ്ടും യേശു രണ്ടാമതും വരും. യേശുവിൻ്റെ പ്രത്യക്ഷത, കർത്താവിന് സ്തോത്രം. മേഘപ്രത്യക്ഷതയും മഹത്വപ്രത്യക്ഷതയും. മേഘത്തിൽ കർത്താവ് വരും, അതാണ് മേഘപ്രത്യക്ഷത. എന്നാൽ മഹത്വത്തിൽ പ്രത്യക്ഷനാകും. പൂർണ്ണ മഹത്വത്തോടെ രാജാതി രാജാവായി ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായി യേശു ഈ ഭൂമിയിൽ വാഴും. യേശുവിൻ്റെ കാല് ഒലിവുമലയിൽ വന്ന് തൊടും. ഒലിവുമല രണ്ടായി പിളരും. ഒരുപാട് സംഭവങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. പക്ഷേ അതൊന്നും ഇന്നത്തെ വിഷയമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പിന്നീട് നമുക്ക് ശാന്തമായി അതൊക്കെ പഠിക്കാം, ദൈവവചനത്തിൽ നിന്ന് പഠിക്കാം. കർത്താവിന് സ്തോത്രം. അന്ന് യേശു ഈ ഭൂമി 1000 ആണ്ട് വാഴും. 1000 ആണ്ട് വാഴും. തൻ്റെ കാന്തയും തൻ്റെ മണവാട്ടിയും തൻ്റെ പ്രിയ സഭയും യേശുവിനോടൊത്ത് ഈ ഭൂമിയിൽ വരും. അന്ന് ഒരു പ്രതിസന്ധി ഉണ്ടാകുകയില്ല. അന്ന് ദുഃഖങ്ങളില്ല, നിലവിളിയില്ല, കണ്ണുനീരില്ല, സങ്കടമില്ല, ഒറ്റപ്പെടുത്തലില്ല, ആക്രമണങ്ങളില്ല, യുദ്ധമില്ല, യുദ്ധസാമഗ്രികളില്ല, യുദ്ധതന്ത്രങ്ങളില്ല, യുദ്ധ ഉപകരണങ്ങളില്ല, ഒന്നുമില്ല. സ്നേഹം മാത്രം. അതാണ് യേശു. അതാണ് യേശുവിൻ്റെ സ്നേഹം. കർത്താവിന് സ്തോത്രം. യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്, അതാണ് ഇനി ഈ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം. ഏറ്റവും വലിയ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി യേശുവിൻ്റെ രണ്ടാം വരവാണ്. യേശു വരും പ്രിയരെ. യേശുക്രിസ്തു എനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചു. എല്ലാം നിറവേറിയില്ലേ? യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച്, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് എല്ലാം പ്രവാചകന്മാർ പറഞ്ഞതെല്ലാം നിറവേറി. ഇനി നിറവേറാനുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. അതും നിറവേറുക തന്നെ ചെയ്യും. സഹോദര, മാന്യ സഹോദരി, യേശു രണ്ടാമത് വരുമ്പോൾ മകളെ നീ എടുക്കപ്പെടുമോ? അതാണ് പ്രധാനപ്പെട്ട കാര്യം. യേശു വന്നിരിക്കും, പക്ഷെ നീ എടുക്കപ്പെടുമോ മോനെ? മകളെ നീ എടുക്കപ്പെടുമോ? കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കാൻ, പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കാൻ, ദൈവത്തിൻ്റെ കാഹളം കേൾക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടുമോ? കിട്ടും പ്രിയരെ, ആർക്കും കിട്ടും. അതിനൊരു കണ്ടീഷനേ ഉള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്താലുള്ള വീണ്ടും ജനനം പ്രാപിക്കുക, രക്ഷിക്കപ്പെടുക, മാനസാന്തരപ്പെടുക, എല്ലാം ഒന്ന് തന്നെ. സ്തോത്രം. ഈ ഒരു അനുഭവം, അതൊരു അനുഭവമാണ്. കാൽവറി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി യാഗമായി എന്നും അവിടുന്ന് ചൊരിഞ്ഞ തിരുരക്തം എൻ്റെ സകല പാപത്തിനും പരിഹാരമാണെന്നും ആ രക്തത്താൽ എനിക്ക് വീണ്ടെടുപ്പുണ്ടെന്നും ആ തിരുരക്തം എൻ്റെ സകല പാപക്കറകളും കഴുകിത്തന്ന് എന്നെ വിശുദ്ധീകരിപ്പാൻ മതിയായതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുകയും യേശുവിനെ പിതാവാം ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹല്ലേലൂയ ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശുവിനെ രക്ഷകനായി ഏറ്റുപറയുന്നു. യേശുവിനെ പിതാവാം ദൈവം ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അത് വചനമാണ്. ആ വചനം ആർക്കും മാറ്റാൻ കഴിയില്ല. ലളിതമാണ് പ്രിയരെ. രക്ഷയ്ക്ക് വേണ്ടി നാം ഇനി ഒന്നും ചെയ്യണ്ട. കർത്താവായ യേശു ക്രിസ്തു എല്ലാം കാൽവറിയിൽ നിവർത്തിച്ചു കഴിഞ്ഞു. മകനെ, നിന്റെ രക്ഷയ്ക്ക് വേണ്ടി, നിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, നിന്റെ പാപമോചനത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കർത്താവ് എല്ലാം നിവർത്തിച്ചു കഴിഞ്ഞു. ഇനി നാം എന്താണ് ചെയ്യേണ്ടത്? ആ ക്രൂശിലേക്ക് നോക്കി വിശ്വസിക്കുക. ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ, ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ, എഡിക്കും ബിസിക്കും മധ്യത്തിൽ പരിശുദ്ധനായ നിത്യ തേജോമനായ ദൈവവും പാപിയായ മനുഷ്യൻ്റെയും മധ്യത്തിൽ കാൽവറിയിൽ ഇരുകരങ്ങൾ വിരിച്ച് തൂങ്ങിയെടുക്കുന്ന, എനിക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടെത്തിക്കൊണ്ട് പറയുന്നു, നാഥാ, അങ്ങ് മരിച്ചത് എനിക്ക് വേണ്ടിയിട്ട്, അവിടുന്ന് രക്തം ചിന്തിയത് എനിക്ക് വേണ്ടിയിട്ട്, അവിടുന്ന് ശിക്ഷയേറ്റത് എൻ്റെ ശിക്ഷയാണ്, ഞാൻ ഏൽക്കേണ്ട ശിക്ഷയാണ്. കർത്താവേ, അവിടുന്ന് എനിക്ക് വേണ്ടി ശിക്ഷയേറ്റു, മരണം വരിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങേക്കായി ജീവിക്കും, അങ്ങേക്കായി. ഫോർ മൈ ജീസസ്. നമ്മുടെ ഈ യൂട്യൂബിൻ്റെ പേര് തന്നെ ഫോർ മൈ ജീസസ് എന്നാണ്. യേശുവിനായി, എല്ലാം യേശുവിന്, യേശുവിൻ്റെ മഹത്വത്തിന്, ദ ഗ്ലോറി ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മഹത്വത്തിന്. അങ്ങനെ നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ ജീവിതം ധന്യമാകും, ജീവിതത്തിന് അർത്ഥമുണ്ടാകും, നിരാശകൾ മാറും, പ്രത്യാശ വരും, സന്തോഷം വരും, ദുഃഖങ്ങൾ മാറും, സന്തോഷം വരും, അസമാധാനങ്ങൾ മാറി സമാധാനം വരും. ഇങ്ങനെ ഒരു ഭാഗ്യജീവിതം നിങ്ങൾക്ക് വേണമോ പ്രിയരെ? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം സ്വർഗമാകും, നിങ്ങളുടെ കുടുംബവും സ്വർഗമാകും. ഭാര്യയും ഭർത്താവും വർഷങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങൾ തള്ളി നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ജീവിതത്തിൽ ഒരു മനസ്സും ഒരു ഹൃദയമുള്ളവരായി ജീവിക്കാൻ സാധിക്കും. ഒന്നേ വേണ്ടൂ, യേശു വേണം. ഒത്തിരി വേണ്ട, ഒന്ന് വേണം, യേശു വേണം. ഹല്ലേലൂയ.
ഈ നല്ലവനായ യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതം വേർതിരിക്കൂ. അങ്ങനെയെങ്കിൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളെ വിടുവിക്കും, നിത്യജീവൻ്റെ അവകാശം തരും. യേശുവിൻ്റെ വരവിൽ പറന്നുവരാനുള്ള ഭാഗ്യപദവി കർത്താവ് നിങ്ങൾക്ക് ഇപ്പോഴേ തരും. ആ ഭാഗ്യത്തിനായി നമുക്ക് ഒരുങ്ങാം, ദൈവകരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാം. അതിനിടയാക്കട്ടെ. കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ, കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ സന്ദർശിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. കർത്താവ് എല്ലാവരെയും നിറപടിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.